Made in Kerala, made in Kerala. The guest on today's episode of Radio City Made in Kerala, powered by Joy Alucas, is somebody who prefers to stay invisible most of the time. He made black look extremely colorful. In fact, convinced Ranbir Kapoor to stand in a towel and Shah Rukh Khan to wear a wig. If you personally ask me, I think God could not be everywhere. That's the reason why he created brilliant cinematographers like him, so that our world looks picture perfect. Ladies and gentlemen, Chedamare Chechimare, we have with us India's legendary cinematographer and Malayalam Sondam, Ravi K. Chandran. Sir, namaskaram. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു സർ. എനിക്ക് ഒരു കൺഫെഷൻ ഉണ്ട്, ഒരു ബിഗ് കൺഫെഷൻ ആണ്. ദിസ് ഈസ് എ സൂപ്പർ ഫാൻ ബോയ് മൊമെന്റ് ഫോർ മീ. കാരണം സാറിന്റെ ഒപ്പം ഒരു ഫ്രെയിം ഷെയർ ചെയ്യുക, ഈവൻ ഓൺ എ സൂം എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ വേൾഡ് ടു മീ ട്ടോ. യൂഷ്വൽ നമ്മുടെ ഒരു ഇന്റർവ്യൂ പാറ്റേൺ ഉണ്ട് സർ, പക്ഷെ സാർ ആയതുകൊണ്ടും നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ബിക്കോസ് യു ബിലീവ് ഇൻ ബീങ് അൺകൺവെൻഷണൽ. അപ്പൊ നമുക്കും കുറച്ച് സീൻസ് ഒക്കെ മാറ്റാനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്റർവ്യൂ നമ്മൾ സീൻസ് ആയിട്ട് കുറച്ച് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സീനുകളിൽ ചോദ്യങ്ങളുണ്ട് സർ. ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സാറിന്റെ ലൈഫിലുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് വരികയാണ്. അതിന്റെ ഉത്തരങ്ങൾ സാറിന്റെ ലൈഫ് തന്നെയാണ്. അപ്പൊ തുടങ്ങിയാലോ സർ? തുടങ്ങാം. സർ, പത്മിനിയമ്മയുടെയും കുഞ്ഞമ്പലയുടെയും മകനായ രവിയുടെ കുട്ടിക്കാലം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് സർ. അതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. സാറിന്റെ ഫ്രെയിമുകളെ പോലെ തന്നെ എൻഗേജിങ്ങും സിനിമാറ്റിക്കും ആയിരുന്നു സാറിന്റെ കുട്ടിക്കാലം. ഞാനത് ലാസ്റ്റ് അറ്റ് ഹോം. ഞങ്ങളുടെ വീട്ടിലെ ഒരു പെട്ടായിട്ടാണ് എന്നെ നോക്കിയത് എല്ലാരും. ഇളയ കുട്ടിയാകുമ്പോ ഫുൾ ഫ്രീഡം എല്ലാം കിട്ടിയിരുന്നു. Apparently my father's business was going down, and when I was born it picked up again, so even more leverage they were giving it to me, I believe. So അങ്ങനെ കുട്ടിക്കാലത്ത് വന്നിട്ട് എന്താ ബാബുവേട്ടൻ വന്നിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നിട്ട് വീട്ടിലെ തന്നെ ഈ ലാബൊക്കെ വെച്ചിട്ട് പുള്ളി ഞങ്ങളൊക്കെ ഫോട്ടോ എടുത്തിട്ട് ട്രിക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്തിട്ട് പുള്ളി വീട്ടിലെ തന്നെ പ്രിന്റ് ചെയ്ത് ആ ഫോട്ടോസ് ഒക്കെ ഞങ്ങൾക്ക്. അപ്പൊ അങ്ങനെ കുറെ കുട്ടിക്കാലത്ത് കുറെ ഫോട്ടോസ് കിട്ടിയിരുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ ഫോട്ടോസ്, ഫാമിലി ഫോട്ടോസ് എല്ലാരും ഞങ്ങളൊക്കെയാണ് മോഡൽ പുള്ളിക്ക്. അപ്പൊ എന്റെ ഫാദർ ഒരു ചെറിയ ഹോട്ടൽ എന്ന് പറയും, പക്ഷെ റെസ്റ്റോറന്റ് ആണ് നടത്തിയത്. ആൻഡ് ഇറ്റ്സ് എ ജോയിന്റ് ഫാമിലി, ലോട്ട് ഓഫ് പീപ്പിൾ വർ ദേർ. വീട്ടിലെ ചിറ്റപ്പന്മാര്, അങ്കിൾസ്, ഇവരൊക്കെ എപ്പോഴും ട്രാഫിക് ആണ്. വീട്ടിലെ ഒരു 10 ആളുകൾ കാണും. അപ്പൊ everybody has got their own characters. Each one has got a different characters. ഒരാള് സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരാള് ചിറ്റപ്പന്മാരെ, ഓരോരാളും ഒരു ടൈപ്പില് ബിഹേവ് ചെയ്യും. Since I was the last kid, I was very pampered. അപ്പോ എന്റെ ബ്രദർ വന്നിട്ട് നോക്കിയ സ്കൂളിലൊക്കെ ഭയങ്കര ടോപ്പർ ആയിരുന്നു. കാരണം സ്കൂളിലൊക്കെ പുള്ളിയുടെ നെയിമാണ് ആദ്യത്തെ നെയിമായിരുന്നു ഈ ബോർഡിൽ ഇടാൻ തുടങ്ങിയപ്പോ. ഫസ്റ്റ് നെയിം ഈസ് നെയിം രാമേന്ദ്ര ബാബു. So all my brothers sisters have to go through in the school. എല്ലാരും വിളിച്ചോണ്ട് പോയി കാണിക്കുന്നത്, നിന്റെ ബ്രദർ കണ്ടില്ല നന്നായിട്ട് പഠിച്ച ആളാണ്, കുട്ടിയാണ്, നീയൊക്കെ എന്താ ഇത്ര മാർക്ക് വായിക്കുന്നത്. So he was a benchmark in the school as well as in our life also. Like, because when my brother started shooting films at the age of 19 itself, വിദ്യാർത്ഥികളെ ഇതിലെ നമ്മുടെ ജോൺ അബ്രഹാമിന്റെ ഫിലിം ചെയ്തപ്പോ he was studying in second year in film institute. He was 19 years old. So 19 years old appo 1970 cameraman ആകണമെന്ന് ഭയങ്കര മിറാക്കിൾ ആണ്. True, very true. അങ്ങനെ by the age of 21 ദ്വീപ് എന്ന പടത്തിന് പുള്ളി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിക്കുന്നു, കേരള സ്റ്റേറ്റ് അവാർഡ്. സോ അത്രയ്ക്കും പോപ്പുലർ ആണ് പുള്ളിയുടെ തുടക്കം, കോളേജ് കരിയർ എല്ലാം അവാർഡ് വിന്നിംഗ് ഫിലിംസ് ആയിട്ട് തുടങ്ങി. By the age of 21 years someone is getting a Kerala State Award those days in black and white, like color. പുള്ളിക്ക് ദ്വീപിന് കിട്ടി. അപ്പൊ അതാണ് ബെഞ്ച് മാർക്ക് ഞങ്ങളുടെ വീട്ടില്. അപ്പൊ പുള്ളിയുടെ ഇത് അത് കാരണം ഞങ്ങളൊക്കെ, even when I started my career, even now people don't always compare me with my brother's work, and it is impossible to get those kind of director, Bharathan, MT Vasan, KG George, IV Shashi, ഇങ്ങനത്തെ ലോഹിദാസ്, ഇങ്ങനെ ഹരിഹരൻ സാർ, ഇങ്ങനെ ഭയങ്കര ഡയറക്ടേഴ്സിന്റെ കൂടെ പുള്ളി വർക്ക് ചെയ്തത്. അപ്പൊ പുള്ളിയുടെ റേഞ്ച് ഭയങ്കരമായിരുന്നു ആ സമയത്ത്. ഞങ്ങളൊക്കെ കയറി വന്നപ്പോ ഒരു കമേഴ്ഷ്യൽ സിനിമയിലാണ് കയറി വന്നത്. ഞാനിപ്പോ കയറി വന്നത് ഷാജിയുടെ കൂടെ ആണ് കയറി വന്നത്, ഷാജി കൈലാസിന്റെ കൂടെ. അപ്പൊ നമ്മളെല്ലാം ഭയങ്കര ഇങ്ങനത്തെ ആക്ഷൻ പടങ്ങളും ഇതൊക്കെ എടുത്തിട്ടാണ്. അപ്പൊ ഈവൻ മോർ കമ്പാരിസൺ ഇസ് ഈവൻ മോർ ഹയർ ഇങ്ങനത്തെ വരുമ്പോ. അപ്പൊ ഞങ്ങളുടെ വീട്ടിലെ എപ്പോഴും പുള്ളി
ബുക്സ് ഒക്കെ കൊണ്ടുവരും. ഈ അമേരിക്കൻ സിനിമാറ്റോഗ്രാഫർ മാഗസിൻ, ലൈഫ് മാഗസിൻ, സ്പുട്നിക്, അങ്ങനെ കുറെ മാഗസിൻ വരുത്തും വീട്ടില്. അപ്പൊ എല്ലാ മാഗസിനിലും ഇങ്ങനെ ഫോട്ടോഗ്രാഫിനെ കുറിച്ചും ഇതിനെ കുറിച്ച് കുറെ ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നു വീട്ടില്, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ പുള്ളി. അപ്പൊ ഐ ഹാവ് ഗ്രോൺ അപ്പ് റീഡിങ് ദോസ് മാഗസിൻസ്, ബുക്സ്. അപ്പൊ ഞാൻ വില്ലേജിൽ ഉള്ളപ്പോഴേ അവിടെ ഒരു ഡ്യൂറിംഗ് തിയേറ്റർ ഉള്ള സമയത്ത് എനിക്ക് ഗൊഡാർഡ്, ട്രൂഫോ, ഇങ്ങനത്തെ യുനോ ഗ്രേറ്റസ്റ്റ് ഫ്രഞ്ച് ന്യൂ വേവ് ഫിലിം മേക്കേഴ്സിനെ കുറിച്ചൊക്കെ എനിക്ക് അപ്പോഴേ ഈ പേരുകളൊക്കെ നമ്മുടെ കാതിൽ വീഴാറുണ്ട്. നമ്മൾ അവരുടെ പടം കണ്ടിട്ടില്ലെങ്കിലും. ആ സമയത്ത് എന്ത് പ്രായം ഉണ്ടായിരുന്നു? എന്റെ ഒരു 10 years കാണും. ഇറ്റ്സെൽഫ് ഐ വാസ് ഹാൻഡ്ലിംഗ്, അപ്പൊ അങ്ങനെ സോ ആ സമയത്ത് തന്നെ വില്ലേജില് ഐ നെവർ ഈവൻ സീൻ എ ടെലിഫോൺ. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴും എനിക്ക് ഹു ആർ ദീസ് പീപ്പിൾ, ഫ്രഞ്ച് ന്യൂ വേവ് എന്താ, അങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു 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 എക്സ്പോഷർ വലുതായിരുന്നു. ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന്റെ പേര് മുരളി എന്നാണ്. ഈ മുരളി എന്നെങ്ങനെയെന്ന് വെച്ചാൽ ഒരു തിയേറ്ററിൽ വന്നിട്ട് ഓപ്പറേറ്ററിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ ഇവനെ ഇങ്ങനെ കളിക്കാൻ വരുമ്പോ ആ മുരളി വന്നിട്ട് ഈ ചിലപ്പോ ഈ കത്തിപ്പോവല്ലോ തിയേറ്ററില്, ഹീറ്റില്, അപ്പോഴൊക്കെ ഫിലിം കത്തിപ്പോവും. അതിന് കട്ട് ചെയ്ത് ആ ഫ്രെയിംസ് ഒക്കെ തരും. അപ്പൊ ഞങ്ങള് ആ ഫ്രെയിമിനെ വന്നിട്ട് ഒരു കാർഡ്ബോർഡിന്റെ ബാക്കില് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചിട്ട് ഈ ബൾബ് എടുത്തിട്ട് ബൾബിന്റെ മുകളില് ഫിലമെന്റ് ഒക്കെ എടുത്തിട്ട് മാറ്റിട്ട് അതിനെ വെള്ളം ഒഴിച്ച് ഒരു സ്ഥലത്ത് തൂക്കിയിടും. അതാണ് ലെൻസ്. അപ്പോ ഇത് സെൻട്രൽ കോർട്ട്യാർഡിൽ വന്നിട്ട് നടുമുറ്റത്ത് വെയിൽ വരുമ്പോ ഒരു മിറർ, ഷേവിംഗ് മിറർ വെച്ച് അടിച്ചിട്ട് ഈ ബൾബ് പിടിച്ചിട്ട് വലിയ വാളില് ഒരു മുണ്ട് എടുത്ത് കെട്ടിയിട്ട് അതിൽ നമ്മൾ പ്രൊജക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ വീട്ടിലെ ടി വി ഒക്കെ ഇല്ലാതെ കാലത്ത് നമ്മുടെ MGR, ശിവാജിയൊക്കെ വീട്ടിന്റെ നടുമുറ്റത്ത് വരുമ്പോ അത് ഭയങ്കര ഇതായിരുന്നു, ഫുൾ സ്ക്രീനിൽ. അതിന് ഇപ്പൊ നമ്മൾ ഇവിടെ ഈ പിടിച്ചിരിക്കുന്ന ഇതിലെ ഡയലോഗ് എഴുതും, ഈ വില്ലന്റെ ഡയലോഗും. ആ ഡയലോഗ് ഇങ്ങോട്ട് പറയും, പിന്നെ അടുത്തത് വെക്കും. സോ വി യൂസ് ടു ഹാവ് എ ഫിലിം ഷോ ലൈക്ക് ദാറ്റ്. വി യൂസ് ടു ഗെറ്റ് എക്സൈറ്റഡ്. നമ്മൾ കാണുന്ന വലിയ ഹീറോസ് നമ്മുടെ വീട്ടിന്റെ അകത്ത് വന്നു. ഇപ്പൊ ടി വി ഉള്ളത് കാരണം they may not relate to it, the joy we had, that excitement, your hero, you can touch the screen എന്ന് പറയുമ്പോ അതിനൊരു ഇതുണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ്. സോ ദാറ്റ് ഈസ് വി യൂസ് ടു ഹാവ്. സോ അപ്പൊ 3 പൈസ 3 ഫ്രെയിം കിട്ടും. ഈ കടയില് 3 പൈസ കൊടുത്ത 3 ഫ്രെയിം കിട്ടും. റാൻഡം ഫിലിംസിന്റെ ഇതായിരിക്കും. അതെടുത്ത് കളക്ട് ചെയ്ത് ഞങ്ങൾ ഒരു ഡിഫറെന്റ് ഫിലിംസിന്റെ ഒരു ഇതൊക്കെ വെച്ച് ഒരു സ്റ്റോറി ഉണ്ടാക്കി അത് വെച്ച് പറയുന്നത്. So this will happen every Sunday because we don't have daytime അവിടെ സ്കൂളുള്ളത് കാരണം ഹോളിഡേസിലൊക്കെ ഇത് ഇടും. ഇപ്പൊ ഇതിന് ഡാർക്കൻ ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് അപ്പോഴൊക്കെ വീടുകളൊക്കെ ഈ താച്ച് മറ്റേ ഓടുവീടല്ലേ, നടുമുറ്റത്തെ ഡാർക്ക് ആയിരിക്കും അവിടെ. അപ്പൊ ഈ ഇതിട്ട ഇമ്മീഡിയറ്റ്ലി ഒരു ചെറിയ മിറർ കാരണം അത്രേ ലൈറ്റ് വരുള്ളൂ, ഒരുപാട് ലൈറ്റ് പോകത്തില്ല. തിയേറ്ററിക്കൽ എഫക്ട്. അതെ, ഡാർക്ക്. ഇത് അത് ഈ മുകളിലൊക്കെ ഈ ഗ്ലാസ് ഇതൊക്കെ കാണും, അതിൽ നിന്ന് ലൈറ്റ് ഒക്കെ വരില്ല, അത് വെച്ചിട്ടൊക്കെ ലൈറ്റ് ഇടും. സോ അപ്പോഴും സൺലൈറ്റ് കാണുന്നതാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി. മുകളിലേക്ക് നോക്കും, സൺലൈറ്റ് ക്ലൗഡ് വരുന്നതാണ്. ക്ലൗഡ് വന്നാൽ വെയിറ്റ് ചെയ്യണം. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പോഴും പടം എടുക്കുമ്പോൾ നമ്മള് അത് നോക്കുന്നു, സൺലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ജോയ്. സോ അപ്പൊ ഞാൻ എന്റെ ഈ മുരളിയുടെ റൂം ഇവിടെ പോയിട്ട് ഞാൻ എപ്പോഴും പടം കാണും. പകുതി പടമേ കാണാൻ പറ്റുള്ളൂ, ബിക്കോസ് ഞാൻ വീട്ടിൽ തിരിച്ചു വരണം. അവിടെയൊക്കെ ഒരു ഷോ ഉള്ളു. നൈറ്റില് ഒരു ചിലപ്പോ നല്ല പടം 2 ഷോ കാണും, അല്ലെങ്കിൽ ഒരു ഷോ ഉള്ളു. 6 മണിക്ക് തുടങ്ങി 10 മണിക്ക് തരും. അപ്പൊ ഇത് ഡ്യൂറിംഗ് തിയേറ്റർ ആണ്, സൈഡിലൊക്കെ ഓപ്പൺ ആണ്, താഴെ സാൻഡ് ഒക്കെ ഇട്ടിരിക്കും, ചില ചെയർസും കുറെ ബെഞ്ച് ടിക്കറ്റ് ഒക്കെ ഉണ്ട്. ആ തിയേറ്റർ ആണ്. അതിൽ സ്ലൈഡ് ഒക്കെ മാറ്റേണ്ടി വരും. ഇന്റർവെല്ലില് ബിഗിനിങ് സ്ലൈഡ് ഇടും. നമ്മളിപ്പോ അഡ്വർടൈസ്മെന്റ് കാണുന്ന സ്ലൈഡ് ഇട്ട് ഒരാളിരുന്ന് വോയിസ് ഒക്കെ പറയും, കാഞ്ചന സ്റ്റോഴ്സ് ഇവിടെ ഇത് കിട്ടും, മറ്റേത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഒരാളിരുന്നിട്ട്. അപ്പൊ ഞങ്ങള് അവിടെ ഇരുന്നിട്ട് പടം ഇത് ബോക്സിലിരുന്ന് പടം കണ്ടിട്ടുണ്ട്. ഷർട്ടൊക്കെ ഊരി വെച്ചിട്ട് വിയർത്തി കൊട്ടി. അപ്പൊ ഒരു പടം പകുതി വരെ 5 ദിവസം കൂടി 5 ദിവസം ആ പടം കാണും. ഫുൾ പടം കാണാൻ പറ്റില്ല. വീട്ടിൽ അലോ ചെയ്താലും ഫുൾ പടം കാണാൻ പറ്റും. സോ ഇങ്ങനെ ഞങ്ങള് ഒരു കുട്ടിക്കാലം കംപ്ലീറ്റ് ഇങ്ങനെ പോയി. ഒരുപാട് പടങ്ങൾ പകുതിയെ കണ്ടിട്ടുള്ളൂ. ഞാൻ പിന്നെ ഗ്രോൺ അപ്പ് ഐ സെലക്ടഡ് ദോസ് സർട്ടൻ ഫിലിംസ്
ഫുള്ളായിട്ട് കണ്ടില്ലേ ലേറ്റർ ആയിട്ട്. So it's very clear to say that sir in the chat and influence karanana you kind of shaped up your life just the way it is right now. The love for camera and cinema happened right from there. Okay. Sir, നന്ദിയുടെ കാര്യം പറയുമ്പോഴാണ് സർ ഈ ബാഹുബലി എന്ന സിനിമ ഉണ്ടല്ലോ, അത് സിനിമാ പ്രേമികൾ കണ്ടപ്പോൾ നന്ദി പറഞ്ഞത് രണ്ടുപേരോടാണ്. ഒന്ന് രാജ്മൗലി എന്ന ഡയറക്ടറും അതിൽ ആ ഡയറക്ടറായ സാബു സിറിനോടും. സാബു സിറിൽ നന്ദി പറയുന്നത് രവി കെ ചന്ദ്രനോടാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം സിനിമയിലേക്കുള്ള എൻട്രി പോയിന്റിന് സാറിന്റെ ഒരു റോൾ അതിലൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കുട്ടി ഒരു ഉത്തരവായിട്ട് ഞാൻ അവിടെ കേട്ടിട്ടുണ്ട്. അതിന്റെ സത്യം എന്താ സർ? അതെന്താ, സാബു ഞാൻ കോളേജ് ടൈമിലെ ഫ്രണ്ട്സ് ആണ്, എന്റെ വീടിന്റെ അടുത്തായിരുന്നു. സാബു യൂസ് ടു മേക്ക് ലോട്ട് ഓഫ് 5-star ഹോട്ടലിന്റെ മെനു കാർഡ്സും അത് ഇതൊക്കെ ഉണ്ടാക്കും. അപ്പൊ എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കും, ഈ ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ. അപ്പൊ ഫുഡ് ഫോട്ടോഗ്രാഫി ചെയ്യണമെങ്കിൽ ഇപ്പോഴൊക്കെ കളറൊക്കെ ടച്ച് ചെയ്യാമല്ലോ, കറക്ഷൻ ചെയ്യാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ കൊള്ളുന്ന മാതിരി തോന്നില്ല. ഇപ്പോഴൊക്കെ ഡിജിറ്റലി യു കൻ കറക്റ്റ്, ഫിലിമിലാണ് എടുക്കുന്നത്. അപ്പൊ എന്റെ അടുത്ത് ക്യാമറ അല്ല, എന്റെ കൈമൽ എന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാളുടെ അടുത്ത് പോയി ക്യാമറ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യും. അതിനുവേണ്ടി ബുക്കൊക്കെ വാങ്ങിച്ച് പഠിച്ച് എങ്ങനെ ചെയ്യണം എന്നൊക്കെ, ഫുഡ് എങ്ങനെ കുക്ക് ചെയ്യണം. ഒരുപാട് നല്ല കുക്ക് ചെയ്ത ഫുഡ് കഴിക്കാൻ ഫോട്ടോഗ്രാഫിയിൽ നല്ലതായിരിക്കില്ല. പകുതി കുക്ക് ചെയ്തിട്ട് ചിക്കനൊക്കെ കാണിച്ചാൽ എഡിബിൾ ആയിട്ട് തോന്നും. അങ്ങനെ തുടങ്ങിയത്. അപ്പൊ ഞാൻ രാജീവ് മേനോന്റെ കൂടെ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയത്ത്, അഡ്വർടൈസിങ് ഫിലിംസ് ഒക്കെ എടുത്തോണ്ടിരുന്ന സമയത്ത് അവിടെ ഒരു ആർട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു. അയാള് പടം കിട്ടിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് ഒരു ആർട്ട് ഡയറക്ടർ ആവശ്യമാണ്. അപ്പൊ രാജീവ് പറഞ്ഞ് ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് സാബു സിറിൽ നിന്ന്, പുള്ളി ആർട്ടിസ്റ്റിക് ആണ്, പക്ഷെ ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ അവന്റെ അടുത്ത് ഞാൻ ചോദിക്കാന്ന് പറഞ്ഞു. ഞാൻ സാബുവിന്റെ അടുത്ത് ചോദിച്ചു, സാബു ഒന്ന് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സാബു ഞങ്ങളുടെ ടീമിലെ ആർട്ട് ഡയറക്ടറായിട്ട് ചേർന്നു. അപ്പൊ ഇങ്ങനെ ചേർന്ന് വന്നപ്പോൾ സാബു ഇട്ടിരുന്ന ഒരു സെറ്റ് കണ്ടിട്ട് ജിജോ വിളിച്ചിട്ട് ഒരു ജോബിനെ വിളിച്ച്, കുട്ടിച്ചാത്തൻ്റെ ജിജോയുടെ ആ പുള്ളി വിളിച്ച്. അത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോ അത് കണ്ടിട്ട് അങ്കിൾ ബണ്ണിന് ചെയ്യാൻ വേണ്ടി പുള്ളി മോഹൻലാൽ ആ ഡ്രസ് ഉണ്ടാക്കാൻ പോയി. അങ്ങനെ ഭരതേട്ടൻ കണ്ടിട്ട് അങ്ങനെ ഭരതേട്ടൻ വിളിച്ചിട്ട് ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഷാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഏതോ ഒരു സി ബേസ്ഡ് ഫിലിം നമുക്ക് അഭിനയിച്ച പടം. അങ്ങനെ ഒരു കരിയർ തുടങ്ങി പുള്ളി. ഞാൻ ജസ്റ്റ് ഞങ്ങളുടെ ടീമില് ഒരാൾ ഇല്ലാതെ കാരണം ഞങ്ങള് സാബിനെ ആർട്ട് ഡയറക്ടറായിട്ട് വിളിച്ചപ്പോ ആർട്ട് ഡയറക്ടറായിട്ട് പുള്ളി ചാടി വന്നു. അങ്ങനെയാണ് ഒരു വന്നത്. ബട്ട് വിത്തിൻ എ ഇയർ ഈ വന്ന സ്റ്റേറ്റ് അവാർഡ് 2-3 കൊല്ലത്തിന് ശേഷം നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചു. അപ്പൊ സാബു ഇസ് എക്സ്ട്രീംലി ടാലന്റഡ് ഗൈ. പുള്ളി ഫിലിം ഫാമിലിയാണ്. അപ്പൊ എന്നാലും ആ ഫ്രണ്ട്ഷിപ്പിൽ ഇപ്പൊ നമ്മള് പറയത്തില്ല, ഇങ്ങനെ അങ്ങനെ വന്നതാണ്. സോ ഐ എം നോട്ട് റെസ്പോൺസിബിൾ ഫോർ ഹിസ് സക്സസ് ഓർ എനിത്തിങ്, ബട്ട് ഐ എം റെസ്പോൺസിബിൾ ഫോർ എ ഫ്രണ്ട്ഷിപ്പില് ഇങ്ങനെ ഒരാളെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതാണ്. റെസ്റ്റ് ഓഫ് ദ തിങ് ഈസ് ഹിസ്റ്ററി. നൗ ഹി ഈസ് ദ ഗ്രേറ്റസ്റ്റ് ആർട്ട് ഡയറക്ടർ വി ഹാവ്. സർ, യൂഷ്വലി ഒരു സാറിന്റെ അടുത്തേക്ക് ഒരു ഫിലിം വരുമ്പോ വെൻ യു സേ യെസ് ടു എ ഫിലിം, സർ, പിന്നീട് എന്താ സംഭവിക്കുന്നത്? വാട്ട് ഈസ് യുവർ പ്രോസസ് ഓഫ് ഫിലിം മേക്കിംഗ് ലൈക്ക്? ഹൗ ഡു യു ഡിസൈഡ് അപ്പോൺ ദി ഫ്രെയിംസ് ആൻഡ് ദി കളർ പാലറ്റ്സ് ആൻഡ് എവറിത്തിങ് എല്ലാം? ബിക്കോസ് ഐ നോ ഇറ്റ്സ് എ കൊളാബറേറ്റഡ് തിങ്. എന്നിരുന്നാലും സാറിന്റെ ഒരു മാജിക് അത് എങ്ങനെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്? So basically what happens is when somebody gives a script അല്ലെങ്കിൽ narrate ചെയ്യുമ്പോൾ we get a visual. As a cameraman, I think of it. It's like reading a novel. നിങ്ങൾ നോവൽ വായിക്കുമ്പോൾ നമുക്കായിട്ടുള്ള കണക്റ്റഡ് വിഷ്വൽസ്, നമ്മുടെ ബുദ്ധിയിൽ ഉള്ള വിഷ്വൽസ് ഒക്കെ നമ്മൾ ആലോചിക്കും. Because we are grown up in a certain way. So it's a matter of taste എന്നൊക്കെ പറയാം. Because how much you are exposed to what kind of films you like, അതൊക്കെയാണ് ഇതിനെ ഡിഫൈൻ ചെയ്യുന്നത്. Suppose some people like strong colors, some people don't like strong colors. വളരെ subtle paste. അവരുടെ പെയിന്റിങ്സ് ലൈക്കിങ്സിൽ നമുക്ക് അറിയാം, അവരുടെ ഡ്രസ്സിങ്, അവരുടെ I like strong colors. Little more being an Indian, I think we are associated with strong colors. അങ്ങനെ ചിലർക്ക് വളരെ യൂറോപ്യൻ സ്റ്റൈലിലെ ഗ്രേസ് ആൻഡ് മെറൂൺസ് ആൻഡ് ബ്രൗൺസ് അങ്ങനെ തിങ്ക് ചെയ്യും. സോ ഈച്ച് വൺ ഹാസ് ഗോട്ട് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേക്ക് ഓൺ എ വിഷ്വൽ. ഇപ്പൊ നമ്മൾ ഒരു നോവൽ വായിക്കുമ്പോൾ ഒരാള് പാടത്തോടുകൂടി നടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ I see it in a different way, you see it in a different way. Director sees in a different way. What kind of light, അതൊക്കെ നമ്മൾ ഏത് സമയത്താന്ന് പറയുന്നത് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കും ഇത് ഏർലി മോർണിംഗിലാന്ന് പറയുന്നത്,
late evening ആണോ night ആണോ ഇല്ല നട്ടുച്ചയ്ക്കാണോ. So we'll ask the director. So we'll imagine this can be shot like this. അപ്പോൾ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ ഫസ്റ്റ് ഡയറക്ടറായിട്ട് കാണും. അപ്പൊ some directors will give you specific color palettes. ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ഒരു പടം ഞാൻ ഉദ്ദേശിക്കുന്നത്. ചിലർക്ക് just let you think and come back. So നമ്മൾ ഒരു സ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മൾ ഒരു കളർ പാലറ്റും റെഫറൻസിങ്ങും ഇതൊക്കെ റെഡിയാക്കിക്കൊണ്ട് ഡയറക്ടറിന്റെ അടുത്ത് സബ്മിറ്റ് ചെയ്യും. സോ ദീസ് ആർ ദ കളേഴ്സ് ഐ വോണ്ട് അവോയ്ഡ്, ദീസ് ആർ ദ കളേഴ്സ് ഐ വോണ്ട് ടു യൂസ്, അങ്ങനെ പറയും. അപ്പൊ അവര് അത് വേണോ വേണ്ട, ഈ ഇത്രയും ഓവറായിട്ട് കളർ പാലറ്റ് നോക്കണ്ട, ഈ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യാം, നാച്ചുറൽ ആയിട്ട് ഇങ്ങനെ ആയിരിക്കുള്ളൂ. ചിലർ ആർഗ്യൂ ഒക്കെ ചെയ്യും. അപ്പൊ നമ്മൾ പറയും നാച്ചുറൽ ആയിട്ട് ഉള്ള ലൈഫിൽ മ്യൂസിക് ഇല്ലല്ലോ, അല്ലേ? ഒരാൾ മ്യൂസിക് നമ്മൾ ദേഷ്യം വരുമ്പോൾ വേറെ ഒരു മ്യൂസിക് ഒക്കെ വരുന്നുണ്ട്, അതൊക്കെ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് അങ്ങനെ വരുമ്പോൾ. സോ there's no rules as long as you bring the audience to a world. ഇപ്പൊ ആ വേൾഡിലോട്ട് നമ്മൾ ഓഡിയൻസ് കൊണ്ടുവന്നാൽ അവർ പടം കണ്ടു, അവർക്ക് അതിൽ യാതൊരു ഇതുമില്ല. ഇപ്പൊ ഒരു ബാഹുബലിമാരി ഒരു സ്ഥലത്ത് ഓഡിയൻസിനെ കൊണ്ടുപോയി അവർ കാണും, ആരാധകനെ കൊണ്ടുപോയി അവർ കാണും. അതേ ഓഡിയൻസിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ മഹേഷിന്റെ പ്രതികാരോ അങ്ങനത്തെ ഒരു വേൾഡിലോട്ട് കൊണ്ടുപോയാലും അവർ കാണും. പ്രേമന്മാര് ഒരു വേൾഡിലോട്ട് കൊണ്ടുപോയാൽ അവർ കാണും. ബിക്കോസ് യു ആർ ടേക്കിംഗ് ദ ഓഡിയൻസ് ടുവേർഡ്സ് വേൾഡ്. ആ വേൾഡ് അവർ ബിലീവ് ചെയ്താൽ പിന്നെ പടം മീറ്റാണ്. വിക്രംമാര് പടത്തെ കൊണ്ടുപോയാൽ അവർ കാണും. അതേ ഓഡിയൻസ് പൊന്നിയിൻ സെൽവനും കാണുന്നുണ്ട്, സോ RRRും കാണുന്നുണ്ട്, KGFും കാണുന്നുണ്ട്. സോ there's no hard and fast rules. ഈ കളർ പാലറ്റ് ഉള്ള പടം മാത്രം ഓടുന്നൊക്കെ ഒന്നുമില്ല. എങ്ങനത്തെ കളർ പാലറ്റ് ഉണ്ടെങ്കിലും പടം. സോ ദ ഇമാജിനേഷൻ ഈസ് അക്കോർഡിംഗ് ടു യുവർ ഐഡിയ ഓൺലി. വാട്ട് യു ഗോട്ട് ഇൻഫ്ലുവൻസ്, വാട്ട് ഈസ് യുവർ ഐഡിയ ഓഫ് ടെല്ലിംഗ് എ സ്റ്റോറി. അപ്പൊ ഇത് as long as it doesn't disturb the story, the director is very clear about, I don't want this color palette to be ഒരു അഡ്വർടൈസിംഗിൽ വരുന്ന മാതിരി. ഇപ്പൊ റിൻ എന്ന് വെച്ചാൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ റെഡ് അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വരുന്നത് അങ്ങനെ വേണ്ട. പക്ഷെ വെരി സട്ടിലി സംബഡി നോട്ടീസസ് ലേറ്റർ വിൽ ബി ബെറ്റർ. ഇപ്പൊ മണിരത്നത്തിന്റെ ഈ യുവ പടം ചെയ്തപ്പോ, സോ ഐ ഹാഡ് 3 color palettes we thought of shooting. Mani sir said, I want reds and blacks in Abhishek Bachchan's character, whereas green is Ajay Devgan's character, because he's calm and composed guy. This guy is very violent and edgy. So appo pullidella handled them where or wide angle lenses vechi shoot cheyadu. More composed composition on the dolly moments okkiyane iyakku shoot cheyadu nammada Ajay Devgan. Whereas world around him, he is not bothered about the world around him. Angana Vivek Oberoi character, he wants to get out of India, go to America, settle down, be happy. But he is not looking around himself. So I pulled in a lot of telephoto lens shoot, shallow depth shoot. And I pulled in a cool blue colors and cooler tones. Pulli is a chilled out guy, very modern guy. So appo pulled in the telephoto. When he starts seeing the accident, then he get involved. Where Ajay Devgan getting shot by Abhishek Bachchan character, then this character opens up. He started seeing things. Appo pullide korchu wide angle lens ഒക്കെ പോയി ഞങ്ങള് പുള്ളി എല്ലാ ക്യാരക്ടേഴ്സിനും കൊണ്ടുവന്ന് മെർജ് ആക്കും. ഇതാണ് ഒരു ഐഡിയ. ബട്ട് വി ഡിഡ്ന്റ് വാണ്ട് ദ ഫിലിം, വെൻ യു വാച്ച് ദ ഫിലിം, പീപ്പിൾ ഷുഡ് നോട്ടീസ് ലേറ്റർ, നോട്ട് വൈൽ വാച്ചിങ്. ഡിസ്റ്റർബ് ആകാതെ പടത്തിന് ബ്ലെൻഡ് ചെയ്യണം. ഇതാണ് മണിസറിന്റെ ഒരു ബ്രീഫ്. സോ we were consciously not making it look like a advertising thing, but there is color palettes. It is not color palette kept in the DA, and there's no DA. It is straight print. Appo correction ഒക്കെ നമ്മൾ കോസ്റ്റ്യൂമിലും വെക്കുന്ന പ്രോപ്പർട്ടിയിലും കാണിക്കാൻ പറ്റുള്ളൂ. ഇപ്പോഴേ ഈസി ആയിട്ട് കളറൊക്കെ മാറ്റാൻ പറ്റും, അപ്പൊ ഒന്നും പറ്റില്ല. അപ്പൊ we had to shoot it properly. So each character we shot different lenses, different stock. അപ്പൊ എല്ലാ സ്റ്റോക്കിനുള്ള നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു ടെക്സ്ചർ ഒക്കെ വരും. ഹൈ സ്പീഡ് സ്റ്റോക്ക് വി ഷോട്ട് ഫോർ അഭിഷേക് ബച്ചൻസ് ക്യാരക്ടർ, സോ ദാറ്റ് ഇറ്റ് ലുക്സ് ഗ്രെയിനി ആൻഡ് റസ്റ്റിക്. സോ അങ്ങനെ ഒരു ഇതിലാണ് ഷൂട്ട് ചെയ്തത്. So this is a film, when you're doing a film like Black, when he gave the script, I told him, Sanjay sir, 2 ways of looking at it. One is, she is only wearing black. Other things are very bright colors, white. Everything is white. Nice sunlight is coming. Atom leaves are falling.
and she's the only black element in the film. So rest of the people are wearing pastels, and so she's only black. That is one point. Other one is everything black and browns and maroons, no reds in the film. So he wanted to use both. In the hospital, only she's in black, other things are white. The hospital sequence, every character is wearing white and pastels. Ivar matram black lo varum. But rest of the film we didn't use any reds and all. So consciously we designed the whole film. So angane each one, see, if a director is interested, we can do those things. ഇപ്പോഴൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ all kind of genre films we are doing. Like, you know, so അതിൽ ഈ കളർ പാലറ്റ്സ് ഒക്കെ വലുതായിട്ട് ഫോളോ ചെയ്യുന്നില്ല. That's what I feel. I haven't come across a film where, you know, അങ്ങനെയാണ് നമ്മൾ ഒരു പടങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പൊ പുതിയതായിട്ട് ഞാൻ ചെയ്ത ഇപ്പൊ റീസെന്റ് ഫിലിംസിലെ അത്രയും കളർ സ്കീം ഒക്കെ വലുതായിട്ട് ഓക്കെ ജാനു വരെ ഞങ്ങൾ കളർ സ്കീം ഒക്കെ നോക്കി. പിന്നെ ഇപ്പോഴത്തെ വരുന്ന പടങ്ങളിലൊക്കെ എല്ലാം DA കറക്ഷൻ ചെയ്യാം, അത് ചെയ്യാം, നമ്മൾ വിചാരിക്കുന്ന കളർ അവർ മാറ്റുന്നത്. So there's no control over your visual media actually, unless you work with a director who's really particular about it. Okay. ഇനി ഞാൻ പറയാൻ പോകുന്ന സീനാണ് സർ. വിഷ്വലി സർ ഒന്ന് കാണേണ്ട സംഭവം. ആഫ്റ്റർനൂൺ ആണ് സർ. നല്ല നട്ടുച്ച സമയം, നല്ല ചൂടാണ് കേട്ടോ, നല്ലവണ്ണം വയർക്കുന്നുണ്ട്, നല്ലവണ്ണം ദാഹിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു ഗ്ലാസ്സിലെ നാരങ്ങ പിഴിഞ്ഞ് അതിലിച്ചിരി ഉപ്പിടുന്നു. എന്നിട്ട് തണുത്ത സോഡ അതിലേക്ക് ഒഴിക്കുകയാണ് സർ. ആ സോഡ നമ്മൾ മെല്ലെ 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 കുടിക്കുകയാണ് സർ. ആ ഫീലിംഗ് കിട്ടുന്നുണ്ടോ? ഈ ഫീലിംഗ് ആണ് സർ 20 വർഷങ്ങൾക്ക് ശേഷവും ദിൽചാഹത്തായി ഞങ്ങൾ ഇപ്പോഴും കാണുമ്പോഴും ഞങ്ങൾക്ക് കിട്ടുന്ന ഫീലിംഗ്. ദിസ് ഈസ് സോ വെരി ലൈൻ ഫ്രഷ് ഈവൻ ടുഡേ. I want to ask you, sir, how significant is that movie for you? Dilchahtahai is, you know, when we shot the film, we never thought it's going to be some, you know, cult film, or because Farhan is a young filmmaker. Amir Khan was giving Mela and Man, anganathe padangalokke cheyidondirunna samayanu. So Amir Khan was making Lagan. Aa samayathu ee padam cheyunnu. So Preeti Zinta was a small time actor. Saif Ali Khan was not flying high the samayathu. Akshay Kumar first time with the bald head he came out, first time exposed. So Sonali Bendre, Sonali Kulkarni. So ingane ellarum vannittu valare superstars illa. Appo young producer, you know, Excel is the first film. Now it's a big giant company, but that is the first film. So Ritesh in the first film on the director, producer, writer. So anganathe oru idayadam, it is a fresh film. So we approached it in a very young manner. അപ്പൊ ഇവരൊക്കെ ചെറിയ പിള്ളേരാണ്, അങ്ങനത്തെ ഒരു ഇതിലാണ് അപ്രോച്ച് ചെയ്തത്. സോ വി നെവർ തോട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ കൾട്ട് ഫിലിം ഓർ എനിത്തിങ്. വി തോട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം. സോ ആ സമയത്ത് ദേവദാസ് പടം വന്നപ്പോൾ അത് ഞാൻ വിട്ടിട്ട് ഇതാ ചെയ്തത്. സോ എവറിബഡി തോട്ട് ഐ എം മാഡ് ടു അക്സെപ്റ്റ് എ ഫിലിം ലൈക്ക് ദിസ്, ബിക്കോസ് അതിന്റെ ഫസ്റ്റ് ഹാഫില് ഹീറോയിനെ ഇല്ല. ദിൽചാഹത്തായില് Preeti Zinta will come in the second half. So the first half, there's no romantic song or anything like that. Three boys hanging around അവരുടെ ലൈഫാണ്. സോ പടം വന്നതിന് ശേഷം എനിക്ക് ഒരു നോമിനേഷൻ പോലും കിട്ടിയിട്ടില്ല ആ പടത്തിന്, സിനിമാറ്റോഗ്രാഫിനെ. ഇപ്പൊ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒന്നും ഞങ്ങൾക്ക് എതും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു നോമിനേഷൻ കിട്ടില്ല. ഞാൻ ആ ഡയറക്ടറിനോ പ്രൊഡക്ഷൻ ഡിസൈനറിനോ ആർക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് അവാർഡ് പോലും ഒന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ എല്ലാരും പറയുന്നത് അത് ആ പടത്തിനെ കുറിച്ച്. ഇപ്പൊ നിങ്ങള് 21 ഇയേഴ്സിന് ശേഷം യു ആർ ആസ്കിങ് അബൌട്ട് ദാറ്റ് ഫിലിം. Is the success of the film. That's all it is. It is very much, sir. നമുക്ക് ഇപ്പോഴും ഒരു റിഫ്രഷ്മെന്റ്. ഇപ്പൊ ഈ OTT വന്നതിന്റെ ഒരു ഗുണം എന്താ സർ, ഈ മൂവീസ് എല്ലാം നമുക്ക് ഇപ്പൊ ഈസിലി വാച്ചബിൾ ആണ്. വിത്ത് ദി എന്താ പറയാ നല്ല റെസൊല്യൂഷനോട് കൂടിയിട്ട്. ഇറ്റ് ഇസ് എന്താ പറയാ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ പറയില്ലേ, ഇപ്പോഴും ഇറ്റ്സ് സോ റിലവന്റ് ആക്ച്വലി. അതിന്റെ ഒരു ട്രിവിയ പോയിന്റ് ഉണ്ട് സാറിനോട് ചോദിക്കാന്ന് വിചാരിച്ച സംഭവമാണ്. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ വളരെ എങ്ങനെയാണ് ആ ഷോട്ട് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് സാറിന്റെ ഒരു ഇന്റർവ്യൂ എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതായത് അതിൽ അക്ഷയ് ഖന്ന ഓടുന്ന ഒരു സംഭവമുണ്ട്. അത് കുറച്ചു നേരം ഓടുന്ന ഒരു സിഗ്നേച്ചർ ഷോട്ടാണ്. പക്ഷെ അത് എങ്ങനെയാണ് എടുത്തത് സാറ് അതിന്റെ പിന്നീട് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയും ഫിലിം മേക്കിംഗ് പോസിബിൾ ആണ് എന്ന് മനസ്സിലായത്. സാർ അതുകൂടി ഒന്ന് പറയണം കേട്ടോ. അത് ഈ അക്ഷയ് ഖന്നയുടെ ക്യാരക്ടറിനെ ഡിംപിൾ കമ്പടിയെ പറയും വിൽ പെയിന്റ് മീ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഇയാള് ഭയങ്കര ലവ് ആണ് പുള്ളിക്ക്. സോ ഈ ഗെറ്റ് റിയലി എക്സൈറ്റഡ്. He start walking in front of her. He doesn't want to show that
ഈസ് ഗോയിങ് ടു റൺ. സോ ഇയാള് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ സ്റ്റഡി ക്യാം ഇങ്ങനെ ബാക്കിലോട്ട് വന്നിട്ട് അപ്പൊ ഒരു സ്കൂട്ടർ കൊണ്ടുവന്നിട്ട് സ്കൂട്ടറിൽ കയറി ചെയ്തിരുന്നു. സ്കൂട്ടറിൽ കയറി ഇതേ റേഞ്ചിലായിരിക്കുമല്ലോ ഷോട്ട്. നീ നടന്ന് വേഗം പോകുമ്പോ സ്കൂട്ടർ സ്ലോ ആയിട്ട് പോകും. സ്കൂട്ടർ വേറെ ഒരാളോട് സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ വന്നു. അപ്പൊ ഇങ്ങനെ ഫോളോ ചെയ്ത് തന്നെ വരുന്നു പുള്ളി. അപ്പൊ സ്കൂട്ടർ കുറച്ച് പിക്കപ്പ് ചെയ്യാൻ പറഞ്ഞു. നമ്മള് പിക്കപ്പ് ചെയ്യുമ്പോ ഈ സ്റ്റാർട്ട് റണ്ണിങ്. ബട്ട് വി ടോൾഡ് അക്ഷയ് കണ്ണ വാക്ക് ഇൻ ദിസ് ഡിസ്റ്റൻസ്. സോ വാക്കിംഗ്, റണ്ണിങ്, എവറിഥിങ് ഇൻ ദ സെയിം ഡിസ്റ്റൻസ് സോ ദാറ്റ് ഫ്രെയിം റിമൈൻസ് ദ സെയിം. It doesn't open up, but you run. You പറഞ്ഞ അങ്ങനെ ഒരു ഷോട്ട് എടുക്കുക. So that came out nicely. Lot of people later asked me, how did you do it? But it is for the mood of the scene. That's why you remember that. It's not the shot made the impact. It is the scene made the impact. So that is what the storytelling എന്ന് പറയുമ്പോൾ അതാണ് the most important than your cinematography or lighting or anything. How do you tell the story? What you want is, people to remember. See, if you make a dark, moody, this, that, and all, okay. നമ്മുടെ ഒരു ഈ ദിൽചാത്തഹായ് വന്ന സമയത്ത് ഇന്ത്യയിലെ എത്ര പടം വന്നതാണ് ആ കൊല്ലം? വൈ യു ഡോണ്ട് റിമെമ്പർ ദം? ഇറ്റ് മേ ബി എ വെരി ഡാർക്ക് മൂഡി. ആ കൊല്ലം നാഷണൽ അവാർഡ് വാങ്ങിച്ച പടം ഏതോ പടമായിരിക്കും. നിങ്ങൾക്ക് ആ പടത്തിനെ കുറിച്ച് ചോദിക്കാൻ തോന്നുന്നില്ല. സിനിമാറ്റോഗ്രാഫി നാഷണൽ അവാർഡ് വാങ്ങിച്ച പടത്തിനെ കുറിച്ച് യു ആർ നോട്ട് ആസ്കിങ് അബൌട്ട് ദാറ്റ്. Because those are different kind of films which is never stayed in your mind. Those images never stayed in your mind. So why certain films images are staying in your mind is because it is to tell the story in a way. So ipo ee black ennu oru padam eduthu aa kollam national award vaangicha padathine aarkum orkunilla, aa padam release aayitilla. പക്ഷെ ആ സമയത്ത് വേറെ ഒരു പടത്തിന് നാഷണൽ അവാർഡ് കിട്ടി, പക്ഷെ ബ്ലാക്കിന് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ബ്ലാക്കിനെ കുറിച്ച് എന്നെ ഇന്ന ഒരു ദിവസം ഒരാളെ ഇന്റർവ്യൂ ചെയ്തു. ബിക്കോസ് അമിതാഭ് ബച്ചൻ്റെ 80th. സോ അപ്പൊ പുള്ളിയുടെ ഒരു ബെസ്റ്റ് ഫിലിമിലെ ബ്ലാക്ക് ഉള്ളത് കാരണം എന്നെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തു അതിന്റെ ഫ്രെയിംസിനെ കുറിച്ചൊക്കെ. അപ്പൊ വാട്ട് ഐ എം സേയിങ് ഇസ് 2005 ഷൂട്ട് ചെയ്ത പടത്തിനെ കുറിച്ച് ഇപ്പോഴും ഡിസ്കസ് ചെയ്തു. 2005 നാഷണൽ അവാർഡ്, ഫിലിം ഫെയർ അവാർഡ് വാങ്ങിച്ച പടത്തിന് ആർക്കും ഓർക്കുന്നില്ല. സോ വൈ? ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഇസ്. ഇഫ് യുവർ ടൈം വിൽ ടെൽ which film is good or bad. See, time will tell. ബാലുമഹേന്ദ്രയുടെ ഏത് പടം എടുത്ത് നോക്കിയാലും ഓർത്താലും മൂന്നാം വര എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് വിഷ്വൽ, ഓളങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് വിഷ്വൽ ഓർക്കുന്നുണ്ട്. ഹൗ? വൈ? ബാലു സാറിന്റെ എല്ലാ പടം നമുക്ക് ഓർക്കുന്നുണ്ട്. എവറി ഫിലിം, ഉൾക്കടലാകട്ടെ, എവറി ഫിലിം ബ്യൂട്ടിഫുള്ളി ഷോർട്ട് ഫിലിംസ് ആണ്. ദോസ് ഫിലിംസ് വിൽ റിമൈൻ ലോങ്ങർ ടൈം. ഇല്ലെങ്കിൽ ഇതൊക്കെ മറ്റേതൊക്കെ വന്നിട്ട് പോവും. So you should not bother about those things. Okay. Kagasky Full, even now we are talking about it. Sholay, we are talking about it. The visuals. ബാലമഹേന്ദ്ര സാറിന്റെ ഏത് പടം എടുത്താലും അത് നമ്മൾ ഇപ്പോഴും അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അശോക് കുമാറിന്റെ പടങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നെഞ്ചത്തേക്കല്ലാതെ ഇപ്പോഴും ആ വിഷ്വൽസ് ഒക്കെ പീപ്പിൾ ആർ റിമെമ്പറിങ്. സോ മെട്ടി എന്ന് പറയുന്ന പടം അശോക് കുമാർ എടുത്ത പടമാണ്. സോ ദീസ് ഫിലിംസ് പീപ്പിൾ റിമെമ്പർ. That is what it is. Made in Kerala, made in Kerala.